ഫ്രണ്ട് സ്റ്റോർ ഇട്ട് പോവാം. ഡോക്ടർ ഇല്ല, ഇവിടെ കുറച്ച് ഡോക്ടർ പോയിട്ടുണ്ട്. അതിലൊരു ഡോക്ടർ ഉണ്ടാവും നോക്കാം. ശരി നിൽക്കുക ഓർഡർ പറഞ്ഞിട്ട് പോയിരുന്നു. അങ്ങനെ ഡോക്ടർ ഉണ്ട്. അതിലൊരു സിസ്റ്റർ വന്ന് പറഞ്ഞ് ആ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളത്, നിങ്ങൾ പോയി അകത്ത് എന്ന് പറയുന്നത്. അതെ, നമ്മൾ ഹീറോയായിരുന്നു. ഹീറോയൊരു അച്ഛന് ജോലി ഉണ്ട് എന്ന് പോയിരുന്നു. ആരെ ഫാഷൻ വന്നിട്ട് ഫാഷൻ വരട്ടെ എന്ന് മാസ്ക് ഇട്ടായിരുന്നു നമ്മൾ ഹീറോയിൻ. ആരെ വരുന്ന ആളാരെ അറിയാതെ പറഞ്ഞു എന്ന് പറയായിരുന്നു ഹീറോയിൻ. അവിടെ ബുക്ക് വായിച്ചോട്ടെ ഹീറോയിൻ. അത് എന്ന് പറയട്ടെ ബേബിക്ക് ഇതാണെന്ന് പറഞ്ഞ് വോയിസ് എവിടെ 8 വയസ്സാണല്ലോ നോക്കിയായിരുന്നു. എന്താ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് നോക്കുമ്പോൾ യുങ്കായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതൊരു ഷോക്ക്. ഷോക്ക് റിയാക്ഷൻ കണ്ടില്ല, ഷോക്കായിരുന്നു. ഫസ്റ്റ് ഡോക്ടർ പ്രശ്നമാണ് ബേബി ഇങ്ങോട്ട് പോകാന്ന് പറയുന്നത്. ബേബിക്ക് എന്ത് പറ്റിയത് ബേബി പറഞ്ഞിടുന്ന കാര്യം പറയായിരുന്നു ഹീറോയ്ക്ക്. ശരി, കൊറിയൻ ഹീറോയ്ക്ക് ഓൾറെഡി അറിയൂ, അതുകൊണ്ട് ബേബി കൊറിയനിൽ പറയായിരുന്നു. ഇതോട്ട് ബേബി ഇങ്ങോട്ട് നിങ്ങൾ കൊറിയൻ അറിയോ എന്ന് ഷുഗർ കേട്ടാ. എനിക്കും അറിയും കൊറിയൻ എനിക്ക് ഹീറോയി പറയായിരുന്നു. അങ്ങനെ ബേബി നടന്ന കാര്യം പറഞ്ഞു. വാ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തായിരുന്നു. മോളൊന്ന് കഴിച്ചതെന്ന് കേൾക്കുമ്പോൾ കഴിച്ചതിൽ പറയായിരുന്നു. ഇങ്ങനെ പറഞ്ഞു വാ എന്നിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്ററിനെ വിളിച്ചായിരുന്നു. അങ്ങനെ സിസ്റ്ററിനോട് ഇങ്ങനെ മെഡിസിൻ പിന്നെ എന്തെങ്കിലും കഴിച്ചു. ഇപ്പം ഒന്നും പ്രശ്നമില്ല, ടാബ്ലറ്റ് ഈ ഫുഡ് ഇത് കഴിക്കാൻ പാടില്ല ഇപ്പോൾ ഒന്നും പറയായിരുന്നു. കുറച്ചൊരു പ്രശ്നമുണ്ടെന്ന് പറയായിരുന്നു. അത് കൂടുതൽ ഈ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് കുട്ടിക്ക് വില വന്നത് എന്ന് പറഞ്ഞാണ് യുങ്കിനോട്. യുങ്കി ഷോക്കായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അതിൽ മെഡിസിനെല്ലാം ഏതെങ്കിലും മരുന്ന് കുടിച്ചാൽ ഗുണമാവും എന്ന് പറഞ്ഞു യുങ്കിനോട്. ശരി, അങ്ങനെ യുങ്കി ശരി എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയായിരുന്നു. അപ്പോൾ ബേബി യുങ്കിൻ്റെ അടുത്ത് ഓടി വന്ന് ഹീറോയുടെ അടുത്ത് വന്നിരുന്നു. എന്താ ബേബി എന്ന് പറയായിരുന്നു. പിന്നെ ഒക്കെ പറയായിരുന്നു. യുങ്കി കണ്ണത്തേക്ക് അടിച്ച് ബാ എന്ന് പറഞ്ഞ് ഓടിപ്പോയ ബേബി. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. എന്താ ഇത് നടന്നതെന്ന് പറയാം. ഷുഗർക്ക് ഷോക്കായിരുന്നു. ഇങ്ങനെ ഇവൾ ആരോട് കിസ് അടിച്ചിരിക്കാമല്ലോ, എന്ത് പറ്റി ബേബിക്ക്? മിയാനോട് മിയ എന്താ എല്ലാ ഡാഡി എനിക്ക് ഡോക്ടർ ആൻറ്റീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മമ്മിയും അത് ഫീലായി. ഷുഗർക്ക് ഷോക്കായിരുന്നു. മമ്മിയും അത് ഫീലാണ്. എൻ്റെ ഷുഗർ ഷോക്കായിട്ട് ബേബി നോക്കിയായിരുന്നു. എനിക്ക് പിടിച്ചില്ലെന്ന് പറയുന്നു ഹീറോയ്ക്ക്. ഇങ്ങനെ ഹീറോയോ ഡോക്ടർ ജോലിയൊക്കെ കഴിഞ്ഞ ഡാഡി ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് പറയുന്നു. എന്താടാ ഞാൻ ഇല്ല ഡാഡി കുറച്ച് ഹീറോയി ജോലിയായിട്ട് വീട്ടിൽ പോയായിരുന്നു. ഹീറോയുടെ 2 ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു. പോടി എന്ന് കണ്ട് കഥ അവന് അർജുൻ പറഞ്ഞ ജക്കറ്റ് പുറകെ പറഞ്ഞു. പ്രിയ നിൽക്കടെ. അങ്ങനെ ഹീറോയി കാറെടുത്ത് വെച്ചിട്ട് ഇത് പാറി പോയിരുന്നു. അയ്യോ ഇവൾ കിട്ടില്ലല്ലോ, ഇപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അർജുനക്ക് കൺഫ്യൂസ് ആയിരുന്നു. അർജുനക്ക് ഹീറോയുടെ ഡാഡിയെ കുറച്ച് പേടിയാണ്. ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്താൽ പിന്നെ ലവ് ചെയ്ത് കപ്പിൾസായ ഒരു മാരേജ് പ്രൊപ്പോസ് ചെയ്യാതെ അർജുൻ ഹീറോയുടെ പുറകെ നിൽക്കാം. അർജുൻ കണ്ടിക്കാതെ പോയിരുന്നു നമ്മൾ ഹീറോയി. വീട്ടിൽ പോയി ആ ബേബിക്ക് അടുത്തേക്ക് സെർച്ചാൽ ഷുഗറിനെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. 2 ഫ്രണ്ട്സൊക്കെ ഹീറോയുടെ റിയാക്ഷൻ ചേഞ്ച് ആകുമ്പോൾ ഷുഗറിനെ കണ്ട് ഒരു ഫ്രണ്ട് ഷോക്കായിരുന്നു. ഇത് ഷുഗറല്ലേ, അതടി നമ്മൾ ഇപ്പോൾ വീട്ടിൽ പോവാം, അവള് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അതിൽ റോസ് പറഞ്ഞു എനിക്ക് മനസ്സിലായിടി, വാടി അവളെ വീട്ടിൽ പോവാ, അവൾ എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല, വാ അവൾ എന്ത് ചെയ്യുന്നത് എനിക്കറിയും എന്ന് പൂജ പറഞ്ഞു. എന്താടി വാ വീട്ടിൽ വാ, അവൾ എന്ത് ചെയ്യുന്നത് കാട്ടെന്ന്. അങ്ങനെ ഹീറോയുടെ റൂമിൽ കടുമ്പോൾ അവൾ ഹീറോയി പാട്ട് ഡാൻസ് കളിക്കും. ഇതാണ് ചെയ്യാൻ പോകുന്നത്. അവൾ ഭയങ്കര ജോലിയായിട്ട്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോയിനെ കണ്ട് ഷോക്കായിരുന്നു 2 പേർക്കും. കടിപ്പാവി ഇതാണ് ചെയ്യുന്നത്. ഹീറോയ്ക്ക് ഷോക്കായ 2 ഫ്രണ്ട്സിനെ കണ്ടിട്ട് എന്താടി സന്തോഷിക്കണം. അതേ മുച്ച് ഷുഗറെ കണ്ടായിരുന്നു. എടി അവൻ്റെ വൈഫ് വന്നെന്ത് ചെയ്യാം, അത് ശരിയാ, അത് എന്താ ചെയ്യാ, അങ്ങനെ ഒരുപാട് സാഡുണ്ടടേ. ശരി ഓക്കെ, ഇനി കണ്ട ബേബിനെ മമ്മീനെ ഞാൻ കേൾക്കാതെ വിടാല. മമ്മി വന്നിട്ടാ വലിയ ഒരുവേള മമ്മീൻ്റെ കൂടെ മമ്മിക്ക് ജോലി എന്തുണ്ടായിരിക്കും എന്ന് ഹീറോയുടെ ഫ്രണ്ട് പറഞ്ഞു. ഇതുകൊണ്ട് ഹീറോയുടെ വീട് പാവൻ മാതിരിയായി. അങ്ങനെ ഡേയ്സ് പോത്തടങ്ങി. അങ്ങനെ ഹീറോ എടുക്കെടുക്ക ഷുഗറെ കാണാം, ബേബീസിന് കാണാൻ, മമ്മിയെ മാത്രം കാണുന്നില്ല. ഹീറോയ്ക്ക് ഒരു ഡൗട്ട് വരാൻ തുടങ്ങി. ഹീറോയിൽ മമ്മി പഠിക്കാൻ വേണ്ടി പോയതാ ഇല്ല വേറെ എടുക്കാൻ പോയതാ. അങ്ങനെ ഹീറോയിൻ ഒരു ദിവസം അങ്ങനെ മിയ കൊച്ചി ഇങ്ങനെ അർജുൻ ഇങ്ങനെ വന്ന ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്ത് മിയ കൊച്ചി കണ്ടിരുന്നു. മിയ കൊച്ചിക്ക് ടെൻഷനായിരുന്നു. റോസ് വെച്ചിട്ട് ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്ത് മിയ കൊച്ചിക്ക് ഇപ്പം മലയാളം നന്നായിട്ട് അറിയും. അങ്ങനെ അർജുൻ വന്ന് സംസാരിക്കുന്നത് എല്ലാം കേട്ടായിരുന്നു. അങ്ങനെ ആക്ടിങ് ചെയ്തത് എല്ലാം കേട്ട് ആ കുട്ടി കേട്ടും കൊണ്ട് വന്നതാണ്. ഇപ്പം പ്രൊപ്പോസ് ചെയ്യാൻ പോയത് പൂ വെച്ചിടത്ത് പ്രൊപ്പോസ് ചെയ്യുന്നത്. അപ്പം ബേബി കുടു ഓടി വന്നു ഹീറോയുടെ അടുത്ത് ഒറ്റ വന്നിട്ട് വേറെ പ്ലേസിൽ ഓടിച്ച് അവിടെ ഒരു ബൊഡി വന്നിരുന്നു. അങ്ങനെ പ്രൊപ്പോസ് ചെയ്തേ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ബൊഡി ഗേൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു അത് പറയുമ്പോൾ അവിടെ നോക്കാം. അയ്യോ പ്രിയ എന്ന് പറഞ്ഞത്. ബേബി നീ എന്താ ചെയ്യാമേ കൊച്ചി? ഇല്ല അങ്കിൾ നിങ്ങൾക്ക് പ്രൊപ്പോസ് ചെയ്യാം. എന്താ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് പറയുന്നു.
അപ്പോൾ ബേബി വാ എൻ്റെ കൂടെ വാ, എൻ്റെ വീട് ഇവിടെ അടുത്ത. എവിടെ വീട് എന്ന് പറഞ്ഞു ഹീറോ വിളിച്ചോട് പോയിരുന്നു. പറഞ്ഞു ഇത് ഷുഗർ ഇറങ്ങി വന്നു. ഷുഗർ വന്ന് ഇറങ്ങി ഹീറോയിൻ നോക്കുമായിരുന്നു എന്താ ഇവിടെ ചെയ്തെന്ന്. ആൻറ്റിക്ക് പറയാൻറ്റി നിങ്ങൾക്ക് ആരാ പ്രൊപ്പോസ് ആരാ ഓ അതാ അവർക്ക് കുറേ ദിവസമായി എൻ്റെ പുറകെ ലവ് ലെറ്റർ എഴുതുന്ന പ്രൊപ്പോസ് ചെയ്യാം. അത് മാത്രമല്ല കോളേജിൽ പ്രൊപ്പോസ് ചെയ്യാം ഇപ്പോൾ പറഞ്ഞിട്ട് കോളേജ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്നെ പ്രൊപ്പോസ് ടോർച്ചർ ചെയ്യുക. അതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ചേച്ചിക്ക് പറഞ്ഞ ആൻറ്റിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. ഹീറോ ഇരിക്കുകയായിരുന്നു. എന്താ ബോയ് ഫ്രണ്ടാ, എനിക്ക് ഇവിടുന്ന് ബോയ് ഫ്രണ്ടുള്ളു ഹീറോ പറഞ്ഞു ചിരിച്ചിട്ട്. ഇതെല്ലാം ഷുഗർ കേട്ടോണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് ഇല്ലേ, സിംഗിളാണോ? അതെ ഞാൻ സിംഗിളാണ് എന്ന് ബേബിനോട് തിരിച്ചിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പാർട്ട്ണർ എങ്ങനെ വേണം പറഞ്ഞ് എനിക്ക് കെയറിങ് ഇങ്ങനെ ഹീറോ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോ പറഞ്ഞു കേട്ട് ബേബി സ്മൈൽ ചെയ്തായിരുന്നു. എവിടെ ഇരുന്നോ ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞ് കുടുകുടു ഓടി പോയിരുന്നു. അപ്പോൾ ഷുഗർ വന്നായിരുന്നു. ഹലോ സർ എന്താ ഇല്ല എന്താ ഇല്ല റോട്ടിൽ ബേബി എൻ്റെ വിളിച്ചോണ്ട് വന്നതാണ് നടന്ന കാര്യം വരുന്നത്. ഷുഗർ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഷുഗർ കോഫി കൊണ്ടുവരാൻ പോയായിരുന്നു. ബേബി ഇങ്ങനെ ബുക്ക് ഇവിടെ വെച്ചിട്ട് ഓടി വന്നു. ബേബി അല്ല ബാഗ് സ്കൂളാക്കി വന്നതായിരുന്നു. ബേബി വാനിൽ ഇറങ്ങിയിട്ട് വരുമ്പോഴാണ് ആ ചെക്കൻ പ്രൊപ്പോസ് ചെയ്യുന്നത്. ഷാക്കായിട്ട് നോക്കിയിട്ട് കുടുകുടു ഓടി വന്നത്. അത് ബാഗിൽ ഇൻഫാം വെച്ച് കുളിച്ചിട്ട് ഫ്രഷായിട്ട് റെഡി ആയിട്ട് വന്നു. അങ്ങനെ ബേബി ഹീറോയുടെ ജോലിയെ സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. ശരി ബായ് എന്ന് പറഞ്ഞ് ഹീറോ പോയിരുന്നു. അത് ബേബിയൊക്കെ ഒരു സാഡായി ഹീറോ. ഇത് ഷുഗർ ശ്രദ്ധിക്കായിരുന്നു. ഡെയിലി പോയി ഇങ്ങനെ ഷുഗർ ഹീറോയും കൂടെ ഒട്ടി വന്നിരിക്കുന്നത് റൂമിനുള്ളിൽ വെച്ച് സാഡായിട്ട് പറയുന്നത് ഷുഗർ കേട്ട് ഷോക്കായിരുന്നു. അതെ ബേബി എന്ത് പറയുന്നത് കേട്ട് ഷുഗർ ഷോക്കായിരുന്നു. ശരി ഓക്കെ ഇതൊക്കെ ഒരു തീരുമാനം എടുക്കാം എന്ന് ഷുഗർ വെച്ചാണ്. അങ്ങനെ ഷുഗർ ഡേയ്സ് പോകാണെങ്കിൽ ഹീറോയ്ക്ക് ജോലിയായിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ ഡാഡി പറയായിരുന്നു. മോളെ എന്താ ഡാഡി ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. എന്താ ഡാഡി ഇന്ന് വീട്ടിലേക്ക് ആളെ വരാൻ പോവാം, എന്നെ പെണ്ണ് നോക്കാൻ വരാം എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഇത് കണ്ട് രണ്ട് ഫ്രണ്ട്സൊക്കെ ഷാക്കായിരുന്നു. ഹീറോയുടെ വീട്ടിൽ എന്തും വച്ച് പറഞ്ഞ് രണ്ടുപേരും വിളിച്ചോട് പോയിരുന്നു.